സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന സകലമാന സുഹൃത്തുക്കൾക്കും എൻ്റെ സാദര നമസ്കാരം. സ്വർണ്ണക്കച്ചവടത്തിൻ്റെ ദിവസമായി മാറ്റപ്പെട്ടിരിക്കുന്നതായ അക്ഷയതൃതീയയുടെ മാഹാത്മ്യം എന്ന് വ്യക്തമാക്കുകയാണ് എൻ്റെ ഉദ്ദേശം. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് കാരണക്കാരനാണ് സൂര്യൻ. സൂര്യൻ്റെ ഊർജത്തെ നമ്മുടെ ചുറ്റുപാടുമുള്ള സകലമാന സസ്യജാലങ്ങളും അവയുടെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് ആഹരിക്കാൻ ആവശ്യമായ രീതിയിൽ ധാന്യങ്ങളും ഫലങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഊർജസ്രോതസ്സായ സൂര്യൻ്റെ ഏറ്റവും പ്രബലമായ സ്ഥാനമാണ് ഉച്ചരാശിയായ മേടം രാശി. അവിടെ സൂര്യൻ നിൽക്കുന്ന കാലത്ത് മനകാരകനും മാതൃകാരകനുമായ ചന്ദ്രൻ ഇടവൻ രാശിയിൽ ഉച്ചമായി വരുന്ന കാലത്ത് വൈശാഖ മാസത്തിലെ അമാവാസി കഴിഞ്ഞ് 3-ാം ദിവസമാണ് അക്ഷയ തൃതീയ. ആത്മകാരകനും പിതൃകാരകനുമായ സൂര്യനും മാതൃകാരകനും മനകാരകനുമായ ചന്ദ്രനും ഉച്ചരാശിയിൽ നിൽക്കുന്ന ഇക്കാലത്താണ് ഭഗീരഥൻ തൻ്റെ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഉഗ്രരൂപത്തിൽ പ്രവഹിച്ചു തുടങ്ങിയ ഗംഗയെ ശിവൻ തൻ്റെ ജടാമുകുടത്തിൽ ഒളിപ്പിച്ച് ശാന്തമാക്കി ഈ ഭാരതഭൂമിയിലേക്ക് ഒഴുക്കിവിട്ട പുണ്യദിനമാണ് അക്ഷയ തൃതീയ. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരതം 1.25 ലക്ഷം ശ്ലോകങ്ങളടങ്ങുന്ന കഥകളും ഉപകഥകളുമടങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം. വേദവ്യാസ ഭഗവാൻ അത് ഗണപതിക്ക് പറഞ്ഞുകൊടുത്ത് എഴുതി തുടങ്ങിയ ദിവസമാണ് അക്ഷയ തൃതീയ. അന്നത്തിൻ്റെ ദേവതയായ അന്നദാതാവായ സാക്ഷാൽ അന്നപൂർണേശ്വരിയുടെ അവതാര ദിനമാണ് അക്ഷയ തൃതീയ. വനവാസകാലത്ത് പാണ്ഡവർക്ക് ആദിത്യൻ്റെ അനുഗ്രഹമായി ലഭിച്ച, ആദിത്യനിൽ നിന്നും യുധിഷ്ഠിരൻ ലഭിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പാത്രമാണല്ലോ അക്ഷയപാത്രം. ദ്രൗപദി കഴിച്ചു തീരുന്നതുവരെ ആഹാരം പറ്റാത്ത, എന്ത് ചോദിച്ചാലും ലഭിക്കുന്നതായ ആ അക്ഷയപാത്രം ധർമ്മപുത്രർക്ക് ലഭിച്ചത് ഒരു അക്ഷയ തൃതീയയ്ക്കാണ്. സർവസമ്പത്തിൻ്റെയും അധികാരിയായി നമ്മൾ കൽപ്പിച്ചിട്ടുള്ളത് കുബേരനെയാണ്. കുബേരന് അങ്ങനെ ഒരു ആധിപത്യം, സർവസമ്പത്തിൻ്റെയും ആധിപത്യം മഹാദേവൻ കനിഞ്ഞരുളിയത് അക്ഷയ തൃതീയയ്ക്കാണ്. വടക്കൻ ഭാരതത്തിലെ സങ്കല്പമനുസരിച്ച് കുചേലൻ ഭഗവാന്റെ അനുഗ്രഹത്തോടെ കുബേരനായി തീർന്ന, സർവ്വദാരിദ്ര്യവും മാറി സർവസമ്പൽ സമൃദ്ധിക്ക് ഉടമയായി തീർന്ന ആ ഉത്തമമായ ദിവസമാണ് അക്ഷയ തൃതീയ. ഭൃഗുപുത്രനായി ഭാർഗവരാമനായി മഹാവിഷ്ണു അവതാരം കൊണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ദിവസവുമാണ് അക്ഷയ തൃതീയ. ഇതിനൊക്കെ പുറമേ ശങ്കരാചാര്യർ ഭിക്ഷയായിച്ച് നടക്കുന്ന കാലത്ത് ഒരു ഇല്ലത്തിൽ ഭിക്ഷയായിച്ച് ചെന്നപ്പോൾ അവിടെ യാതൊന്നുമില്ലെന്ന് കണ്ട് അവിടുത്തെ അമ്മ ഉപ്പിലിട്ട ഒരു നെല്ലിക്ക ശങ്കരാചാര്യർക്ക് ഭിക്ഷയായി നൽകി. അത് കഴിച്ചുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറുന്നതിന് വേണ്ടി ശങ്കരാചാര്യർ കനകധാരാ സ്തോത്രം ചൊല്ലുകയും അതിൻ്റെ അവസാനത്തിൽ സ്വർണ്ണ രൂപത്തിൽ നെല്ലിക്ക ആകാശത്തു നിന്നും വർഷിക്കപ്പെട്ടു. ഈ സംഭവം നടന്ന ഇല്ലം ഇന്നും നിലവിലുണ്ട്. സ്വർണ്ണത്തുമന എന്നാണ് അത് അറിയപ്പെടുന്നത്. അതും ഒരു അക്ഷയ തൃതീയയ്ക്കായിരുന്നു. ഇങ്ങനെ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഈ അക്ഷയ തൃതീയയ്ക്ക് ഉപാസനാ സംബന്ധമായ കാര്യങ്ങളിലും ഏതൊരു കാര്യം ആരംഭിക്കുന്ന വിഷയത്തിലും വളരെയധികം പ്രാധാന്യമുണ്ട് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതാണ്. 4 യുഗങ്ങളിൽ
ആദ്യയുഗമായ സത്യയുഗം അഥവാ കൃതയുഗം ആരംഭിച്ചത് ഒരു അക്ഷയ തൃതീയയ്ക്കാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ യുഗമായ ത്രേതായുഗവും ആരംഭിച്ചത് ഒരു അക്ഷയ തൃതീയയ്ക്കാണ്. അക്ഷയം എന്നാൽ ഒരിക്കലും നശിക്കാത്തത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അക്ഷയ തൃതീയയ്ക്ക് ആരംഭിക്കുന്ന കാര്യങ്ങളിൽ ശുഭകരമായ ഫലപ്രാപ്തി ഉണ്ടാകും എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ജപം, ധ്യാനം, ഹോമം, പൂജ, പ്രാർത്ഥന, ദാനം എന്നിവയ്ക്കെല്ലാം ഈ ദിവസം വളരെ ശ്രേഷ്ഠമാണ്. മഹാഭാരത രചന ആരംഭിച്ച ദിവസമാകയാൽ ഏത് മഹത്തായ കാര്യങ്ങളും ആരംഭിക്കുവാൻ പറ്റിയ ദിവസമാണ് അക്ഷയ തൃതീയ. അന്നപൂർണേശ്വരിയുടെ അവതാര ദിനമാകയാൽ അന്നദാനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണിത്. ഗംഗയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ദിവസമാകയാൽ ഈ ദിവസം പിതൃതർപ്പണത്തിന് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഗംഗാസ്നാനത്തിനും പറ്റിയ ദിവസമാണ്. കുബേരന് സർവസമ്പത്തിൻ്റെയും ആധിപത്യം ലഭിച്ച ദിവസമാകയാൽ ധനസമ്പാദനത്തിനാവശ്യമായ പരിശ്രമങ്ങൾ ആരംഭിക്കുന്നതിന് പറ്റിയ ദിവസമാണിത്. യുധിഷ്ഠിരന് ആദിത്യനിൽ നിന്ന് അക്ഷയപാത്രം ലഭിച്ച ദിവസമാകയാൽ ആദിത്യനെ പ്രാർത്ഥിച്ച് ആദിത്യൻ്റെ അനുഗ്രഹം നേടുന്നതിന് ആവശ്യമായ പരിശ്രമം ആരംഭിക്കുന്നതിന് പറ്റിയ ദിവസം കൂടിയാണ് ഇത്. അവതാരമൂർത്തികളായ പരശുരാമൻ്റെയും ബലരാമൻ്റെയും ജന്മദിവസമാണ് അക്ഷയതൃതീയ എന്നതിനാൽ ശ്രീരാമാദി അവതാരമൂർത്തികളെ ഉപാസിച്ചു തുടങ്ങുന്നതിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദിവസവുമാണ് അക്ഷയ തൃതീയ. ശങ്കരാചാര്യർ കനകധാരാ സ്തോത്രം ചൊല്ലി സ്വർണമഴ പെയ്യിച്ച ദിവസമായതിനാൽ കനകധാരാ സ്തോത്രം ചൊല്ലിത്തുടങ്ങുന്നതിനും ഈ ദിവസം ഏറ്റവും ശ്രേഷ്ഠമാണ്. അക്ഷയ തൃതീയയുടെ പ്രാധാന്യം നിങ്ങൾക്കേവർക്കും ബോധ്യപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്തേ.